ബിഗ് ബോസ് സീസൺ 7 വീട്ടിനകത്ത് കൂടോത്രം. ബിഗ് ബോസ് വീട്ടിനകത്ത് ആരാർക്ക് കൂടോത്രം ചെയ്യുന്നു, അല്ലെങ്കിൽ ആർക്ക് വേണ്ടി ആര് പുറത്തിരുന്ന് കൂടോത്രം ചെയ്യുന്നു, ഏത് കണ്ടസ്റ്റൻ്റാണിത് പറഞ്ഞതെന്നൊക്കെയാവും നിങ്ങൾ വിചാരിക്കുന്നത്. ടൈറ്റിൽ കണ്ട പോലെ അപ്പാനി ശരത്ത്, അനുമോള്, ഇതൊക്കെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ കൂടോത്ര കഥ അവിടെ ബിൽഡായിട്ടുള്ളത്. അപ്പാനി ശരത്തിന് കുറച്ച് ദിവസമായിട്ട് കിളി പോയ അവസ്ഥയാണ്. വൈ? ബിക്കോസ് ബിൻസി, അപ്പാനി ശരത്ത്, ഷാനവാസിൻ്റെ പറച്ചിൽ, ഈ ഒരു ലൂപ്പിലാണ് അപ്പാനി ശരത്ത് പെട്ടുപോയത്. ഓക്കെ, അപ്പോൾ അതിലാകെ മൈൻഡ് ഫ്രീസായിട്ട് നടക്കുന്ന അപ്പാനി ശരത്തിന് ഇപ്പം തോന്നുന്നത് അനുമോളോടുണ്ടാക്കിയ കച്ചറയിൽ അനുമോള് വന്ന് കാലിൽ വീണതോട് കൂടിയിട്ട് അപ്പാനി ശരത്തിന് കൂടോത്രം കിട്ടിയതാണ്. ഇതാണ് ഇപ്പം അപ്പാനിൻ്റെ ലൈന്. ഓക്കെ, മനുഷ്യൻ്റെ അവസ്ഥയാണ്. ആ വീടിനകത്ത് ഒരാളോടും സംസാരിക്കാൻ പറ്റുന്നില്ല, ഡെയിലിയുള്ള ആക്ടിവിറ്റീസ് കട്ടായി, ഏലിയൻ ലൈഫ് പോലെയാണ് അവിടെ ജീവിച്ച് നമ്മൾ തീർക്കേണ്ട ഇത്രയും ദിവസം. സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്കൊരു ഫ്രണ്ട് ഒന്നും സംസാരിക്കാനില്ല, ആരെ വിശ്വസിക്കണം എന്നറിയാത്തൊരവസ്ഥയിലൊക്കെ ഒരു മനുഷ്യൻ്റെ മൈൻഡ് അടിച്ചു പോവും. എനിക്ക് തോന്നുന്നത് അപ്പാനിയുടെ അവസ്ഥ ഇപ്പോൾ അതാണ്, മൈൻഡ് അടിച്ചു പോയതാണ്. ഇതിനിടയ്ക്ക് ഫ്യൂവൽ ഇടാനായിട്ട് നമ്മളെ ശൈത്യ അതിനിടയിൽ പോയി കൊളത്തി കൊടുത്ത്. ശൈത്യം നല്ല കൊളത്താട്ടോ. എനിക്ക് തോന്നുന്നു ശൈത്യനെ ഞാൻ ഇത്രയും ദിവസം പുറത്തു പോകാൻ പോട്ടെ എന്ന് പറഞ്ഞിരുന്നാലും ശൈത്യം ഇപ്പം കയറി അടിച്ച് വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ശൈത്യം എന്താവും, ഒരു കളകൂട വിഷമാവാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. ഇതാണെങ്കിലും അപ്പാനി ശരത്ത് ഏത് ലൂപ്പിലാണ് പെട്ടെന്നുള്ളത് നമുക്ക് നോക്കണ്ടേ. ഇവിടെ ശൈത്യയും അപ്പാനി ശരത്തും കൂടിയും അപ്പാനി ശരത്തിൻ്റെ അവസ്ഥ പറയുകയാണ്. അതായത് സംസാരിക്കാൻ പറ്റുന്നില്ല, ആകെ വിഷമത്തിലാണ്, ശരീരം ക്ഷീണമാണ്, ഉറങ്ങുകയാണ്. അപ്പം അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ആരോ പണിഞ്ഞിട്ടുണ്ട്, അതാണ് അപ്പാനി പറയുന്നത്, ആരോ പണിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് വീക്ക് കയറിയപ്പോൾ അതായിരുന്നു പ്രശ്നം. എനിക്കത് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. എന്നെ ഇങ്ങനെ കിടത്തുന്നു, എനിക്ക് ഒരു ടോക്കിലേക്ക് വരാൻ പറ്റുന്നില്ല. എനിക്ക് ഫസ്റ്റ് വീക്ക് അതാ പറ്റി. ക്ഷീണം ഭയങ്കര, ക്ഷീണം, എനിക്കൊന്നും പറ്റണില്ല, എന്നാ ഞാൻ രാവിലെ ഫ്രണ്ടിലേക്ക് വരാൻ പറ്റണില്ല, സംസാരിക്കാൻ എനിക്ക് 2 ദിവസമായിട്ടേ ഉള്ളൂ എനിക്കത്. ആരുമായിട്ടൊരു മിങ്കിളാവാൻ പറ്റണില്ല. എന്തോ ഒരു ശക്തി നമ്മളെ ഇങ്ങനെ ഡൗൺ ആക്കുന്ന, ബാക്കിലോട്ട് വലിക്കുന്ന പോലെ പലതും തോന്നും, ബാക്കിലോട്ട് വലിക്കണ പോലെ തോന്നും, ക്ഷീണം തോന്നും. ഒന്നാമത് ഫുഡില്ല, പിന്നെ അത്ര കോൺഫിഡൻ്റ് ആയിട്ട് നടക്കാൻ ഡ്രസ്സില്ല, പിന്നെ ഇവരൊക്കെ ആർട്ടിസ്റ്റാണ്, മേക്കപ്പ് ഇടണം, അത്യാവശ്യം ടച്ചപ്പിങ്ങിലും ചെയ്യേണ്ട, അതൊന്നും നടക്കുന്നില്ല. പിന്നെ എല്ലാം കൊണ്ടും മൈൻഡ് അടിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ബിഗ് ബോസ് ഹൗസ്. ഇവർ വിചാരിച്ച അത്ര ഈസി സെറ്റപ്പ് അല്ല. ഓക്കെ, പിന്നെ ശരത്താണെന്നുണ്ടെങ്കിൽ ഇതിനിടയിൽ തുടക്കം മുതലേ കുറേ ഇങ്ങോട്ട് ഫയറായി കയറിയിട്ട് ഷാനവാസ് ഒരുമാതിരി ബിൻസി കണ്ടന്റ് എടുത്ത് മണ്ടയ്ക്ക് ഒരൊറ്റ അടി അടിച്ചപ്പോൾ പുറത്തുള്ള കാര്യങ്ങൾ കൂടുതൽ ആലോചിച്ചു. ഫാമിലി ലൈഫ് കാര്യങ്ങൾ, ഈ കണ്ടന്റ് പുറത്ത് എങ്ങനെ പോകുന്നുള്ളതിനെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ടാണ് ശരത്ത് ബേസിക്കലി ഡൗൺ ആയത്. ഓക്കെ, ശൈത്യം അതിലും വലിയ പുലി. ശൈത്യം ഇത് വന്നിട്ട് ഇയാൾ കിളി പോയിട്ടിരുന്ന് പറയുക എന്നുള്ളത് ശൈത്യക്ക് മനസ്സിലാവുന്നുണ്ട്. ശൈത്യം അത് മനസ്സിലായിട്ടാണോ അതോ ശൈത്യം ഇതേ അവസ്ഥയിൽ പോയിട്ട് ഇപ്പം റിക്കവർ ആയതാണോ എന്നറിയില്ല. കാരണം ശൈത്യം ഇതിന് നല്ല രീതിയിൽ എണ്ണട്ട് കൊടുത്തു. മനസ്സിലായോ? ആരോ പുറകിൽ നിന്ന് പിടിച്ചു വലിക്കുന്നു എന്നുള്ളത്. അവിടെ ഇപ്പം അങ്ങനെ പിടിച്ചു വലിക്കാൻ മാത്രം സുധിച്ചേട്ടൻ അവിടെ എവിടെയോ ഉണ്ട്. രേണു സുധി കയറിയപ്പോൾ പറഞ്ഞല്ലോ. പക്ഷെ അങ്ങനെ അത് ചെയ്യില്ല, അങ്ങനെ രേണുവിൻ്റെ ഒപ്പം ഇരിക്കും. പിന്നെ ആരാ? പക്ഷെ ഒന്ന ശക്തി കളി ഞാൻ പൊട്ടിച്ചെറിഞ്ഞിട്ട് ദൂരെ കളഞ്ഞിട്ട് ഞാൻ വരിഞ്ഞാൽ ഉറപ്പാ. നിനക്കത് കറക്റ്റ് മനസ്സിലായല്ലേ എന്തിനാണ് പറ, എന്താ കാര്യം? അല്ല, എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് വന്നു, അപ്പോഴെനിക്ക് ക്ലിക്കായി. കാര്യം നമ്മള് നന്നാവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അല്ല പലരും, വെളിയിലും അകത്തായാലും. അകത്തുള്ള ആൾക്കാർ തന്നെ വെളിയിലുണ്ടല്ലോ. അതാ പറഞ്ഞു. അപ്പൊ നമ്മളെ മാക്സിമം തളർത്താൻ നോക്കും. കേട്ടല്ല ചേട്ടാ, കേട്ടല്ല ചേച്ചി, കേട്ടല്ല രേഷ്മേ, കേട്ടല്ല. എന്തായാലും അവസ്ഥ. ശൈത്യം അതിലും വലിയ സാധനം, കാറ്റ് എന്നൊക്കെ മറ്റേ പാരനോർമൽ സാധനം പറയുന്ന പോലെ. ശരത്താകെ കിളി മാറിയത് കേട്ടുകൂടിയിട്ട് അകത്തുള്ള ആരോ, നമ്മളുടെ വളർച്ചയിൽ നമ്മൾ നല്ല രീതിയിൽ ഇരിക്കുന്നത് കണ്ണിൽ പിടിക്കാത്ത അകത്തുള്ള ആള്. ഓക്കെ, അല്ലെങ്കിൽ പുറത്തുള്ള ആള്, ഇതാണ് ശൈത്യം ഉദ്ദേശിച്ചത്. പക്ഷെ അപ്പാനി അകത്തുള്ള ആളുകളുടെ പുറത്തുള്ള ആള്, ആരിലേക്കാണ് സാധനം കൊണ്ടുപോകണമെന്നുള്ളൊരു ക്യൂരിയോസിറ്റി നിങ്ങൾക്കില്ലേ? അതിപ്പോൾ തീരും, അടുത്തൊരു ക്ലിപ്പോട് കൂടി അത് തീരും. പക്ഷെ ഞാൻ ആലോചിച്ച് നോക്കുന്നത് അവസ്ഥയുടെ പറഞ്ഞിട്ടൊരു കാര്യം, ഇത് അനുഭവിച്ച ഒരാളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചിലർക്ക് ഇങ്ങനെ കിളി പാറും, മനസ്സിലായോ? അത് മുതലെടുക്കാൻ പറ്റുന്നവർ നല്ല രീതിയിൽ അത് മുതലെടുക്കുകയും ചെയ്യും. ശരത്തിന്
ബേസിക്കലി ഷാനവാസിൻ്റെ അടിയാണ് ഈ അവസ്ഥയിൽ എത്തിച്ചിട്ടുള്ളത്. അതാണ് ഒരു വഴിയില്ല, അതായത് പൊന്തി വരാൻ ഒന്നും കിട്ടുന്നില്ല. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. മറ്റേ ആര്യൻ്റെ അടുത്ത് പോയിട്ട് നീ മുടി മൊട്ടടിക്കാൻ നിനക്ക് ആളെ സ്വൈപ്പ് ചെയ്യാൻ ചാൻസ് കിട്ടിയത് നീ എന്നെ വിളിക്കണം, അഭിലാഷിനെ വിളിക്കരുത്. ഞാൻ എവിടെയെങ്കിലും ഒരു കണ്ടന്റ്, ഒരു ഹീറോയിക് കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ശരത്ത് ഇങ്ങനെ കാത്തു നിൽക്കുക. ശരത്തിനെ കിട്ടുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി ശരത്തിന് അതിങ്ങോട്ട് വർക്കാവുന്നില്ല. അപ്പം പിന്നെ അപ്പാനി കടന്നിങ്ങനെ അപ്പോൾ സ്വയം മനസ്സിനെ സമാധാനിപ്പിക്കാനാണ് തോന്നുന്നു, നേരെ കൂടോത്രമാണ്, പുറത്തുനിന്ന് ആരോ വെച്ചതാണ്, അകത്തുള്ള ആൾക്ക് വേണ്ടി പുറത്തുനിന്ന് ഒരാൾ വെച്ചുള്ള സാധനമൊക്കെ പിടിച്ചത്. ഞാൻ ഇങ്ങനത്തെ സാധനത്തിലൊക്കെ ചെറുതായിട്ടൊക്കെ റിസർച്ച് നടത്തുന്ന എനിക്ക് ഭീകര വിശ്വാസമാണ്. അറിയാം. അത് എനിക്ക് അനുവായിട്ടുള്ള വിഷയത്തിന് ശേഷമാണ് എനിക്കത് കിട്ടിത്തുടങ്ങിയത്, സത്യസന്ധമായിട്ട് പറയാം. അവള് ഭയങ്കര ദൈവവിശ്വാസം. അനുവായിട്ടുള്ള വിഷയത്തിന് ശേഷമാണ് എനിക്ക് എൻ്റെ ഇങ്ങനൊരു അനുവൊന്ന് കോംപ്രമൈസ് ആയെങ്കിൽ പോലും ഞാൻ പറയല്ലേ, പറഞ്ഞാലും കുഴപ്പമില്ല. എനിക്ക് ഒരു ക്ഷീണം, ഒരു തളർച്ച, സത്യം എവിടെ ചെന്നിരുന്നാലും കിടക്കണം. അപ്പാനി ശരത്ത് ഇതിപ്പോൾ ഇവിടെ മാത്രമല്ല, ശൈത്യനോട് മാത്രമല്ല കേട്ടോ പറയുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് രേണു സുധിയോടും പിന്നെ കലാപവൻ സരികയോടും പറയുന്നുണ്ട്. ഇവരോട് പോയി പറഞ്ഞത് രേണുസുധിനായിട്ട് പറയുന്നത് അത്ര ക്ലിയർ അല്ല. ഞാൻ ഇവിടെ സൈഡിലേക്ക് അത്ര ക്ലിയർ വോയിസ് അല്ല, പക്ഷെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ക്ലിയർ വോയിസ് കിട്ടിയിട്ടുള്ളത് നമ്മളുടെ കലാപവൻ സരികേൻ്റെ അടുത്ത് പറയുന്നത് അനുമോളായിട്ട് പ്രശ്നം ഉണ്ടാക്കി. അതിനുശേഷം അനുമോൾ വന്ന് കാലിൽ വീണു. കാലിൽ വീണത് മുതൽ അപ്പാനി ശരത്തിന് തളർച്ചയാണ്. അനുമോൾ എന്തോ ചെയ്തു. ശൈത്യം വലിയ ഭൂലോക വിഷം. അപ്പോൾ ഭയങ്കര ദൈവവിശ്വാസമുള്ള ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു എല്ലാ സീസണിലുള്ള കണ്ടസ്റ്റൻസിനോട് ചോദിച്ചാലും ഇതേപോലെ ആ സീസണിലുള്ള ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സംഗതി, ഒരു എലമെൻ്റ് ഉണ്ട് എന്നുള്ളത് അത് നമ്മൾ ചുമ്മാ അതിനകത്ത് ഇരുമ്പോൾ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ സീസണിൽ ഞങ്ങൾ പറയുന്നു ജാസ്മിനുള്ളപ്പോൾ ജിൻഡോ കാക്ക വിളിച്ച് ജിൻഡോ കാക്ക മാത്രം പറയില്ല, ബാക്കി എല്ലാ കാക്കയും പാറിപ്പോയി. ആരെ കാക്കാന്ന് വിളിച്ചാലും ആഴ്ച പോകുന്നു. നിങ്ങൾ വെറുതെ ചുമ്മാ പറഞ്ഞിട്ടുണ്ടാക്കും. എനിക്കൊന്ന് കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജാസ്മിനെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവള് കൂടത്രം വെക്കുമോ, ഇവളിങ്ങനെ പിച്ചും പെയ്യും പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാർ ഞങ്ങൾ ഫണ്ണിൽ അവസാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മുന്നത്തെ സീസണിലുള്ള കണ്ടസ്റ്റൻസും ഇങ്ങനെ ഫണ്ണായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനാമിക, പ്രേതം. അനാമിക ഞങ്ങളുടെ സീസണിൽ ഞങ്ങളിങ്ങനെ ക്യാമറയ്ക്കൊക്കെ പേരിട്ടിട്ട് ഇങ്ങനെ മുട്ടുമ്പോൾ അവിടെ നിന്ന് തിരിച്ച് 4 മുട്ട് ഇങ്ങോട്ട് കിട്ടും. അതൊക്കെ നമ്മളവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ ചിന്തയിൽ എന്തെങ്കിലും ഒരു സാധനം കയറി വരണല്ലോ വെച്ചിട്ടാണ്. പക്ഷേ ഇതിൽ ശരത്തിന് ശരിക്ക് പാറിയിട്ടുണ്ട്. ആ പാറി സാധനത്തേക്ക് നല്ല മറ്റേ എന്താ പറയുക, മീഡിയം ലെവലിൽ കത്തുന്ന തീക്ക് ആളി കത്തിക്കാൻ വേണ്ടിയിട്ട് ഫ്യൂൽ ഒഴിച്ചു കൊടുത്ത് ശൈത്യ. ഇനി അപ്പാനി ശരത്ത് പറയുന്നത് കേട്ടോ, ഇനിയാണ് ഈ പറഞ്ഞ അനുമോളിലേക്ക് ഈ സാധനം ശരത്ത് കൊണ്ടുപോയി വെക്കുന്നത്. നീ ഇന്നലെ വൈകിട്ടൊക്കെ നേരത്തെ കിടന്നുറങ്ങുന്നു, കൂക്കം വലിക്കുന്നു. ഇന്നലെയൊക്കെ രാത്രി നേരത്തെ കിടന്നുറങ്ങുന്നു. ഇരുട്ട് കൊണ്ട് മൂടിയതുപോലെ അനുമോള് വന്ന് പ്രശ്നമുണ്ടാക്കി. അതിനുശേഷം കാലിൽ വീണപ്പോൾ കയ്യെത്തുന്നിടത്ത് മനസ്സെത്തുന്നില്ല, കോമഡി പറയാൻ പറ്റുന്നില്ല. ബേസിക്കലി അനുമോൾക്ക് വേണ്ടി ആരോ പുറത്തുനിന്നോ അല്ലെങ്കിൽ അനുമോൾ ആരോ എന്തോ ചെയ്തു എന്നാണ് ഈ അപ്പനുസരത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ പൊന്നെ, ഇനി ഈ സാധനം ഉണ്ടല്ലോ, ആരോടൊക്കെയാണ് പറഞ്ഞത്, കലാപവൻ സരിക, ശൈത്യ, ഈ രേണു സുധി, ഇവര് ഞാൻ വീട്ടിലത് പാടി നടന്നിട്ട് നേരെ അനുമോൾ എന്താവും, അവിടുത്തെ കൂടോത്രക്കാരിയായി മാറാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഓൾറെഡി ചപ്പാത്തിക്കള്ളി പറഞ്ഞിട്ട് അറേന ഫാത്തിമ പിന്നാലെ നടക്കുന്നത്. ഇനി ഇതാരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഇത് ഏറ്റുപിടിക്കും. കാരണം ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങൾക്കാണ് ഇനി ഒന്ന് കൂടുതലായിട്ട് ഇവർ ഫോക്കസ് ചെയ്യണത് തോന്നുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, കുറേ ഈ സദാചാരം കണ്ടന്റ് അതിപ്പോഴും ഓടുന്നുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. ഒനിയിൽ പറഞ്ഞൊരു പഴപ്പ് കേട്ടുള്ളൊരു സാധനമുണ്ട് ഇതിനകത്ത്, അത് ഇത് കഴിഞ്ഞിട്ട് പറയാം. അനുമോളെ കുറിച്ചാണ് ഈ ബേസിക്കലി ഇവൻ പറയുന്നത്. അതായത് അനുമോൾക്ക് വേണ്ടി ആരോ പുറത്തുനിന്നോ അല്ലെങ്കിൽ അനുമോളോട് കളിച്ചാൽ അവിടെ അപ്പം തളർന്നു പോകും. അത് അപ്പാനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവാൻ കാരണം ഒന്ന് ശൈത്യനോടാണ് പോയി പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായി? ശൈത്യ ആദ്യത്തെ 2 ആഴ്ച ഈ പറഞ്ഞ അനുമോളൊപ്പം നിന്ന് 3-ാമത്തെ ആഴ്ചയിനൊപ്പം ഒന്ന് മാറിയത്. അപ്പം ഇതിൽ എന്തോ ഉണ്ട് എന്നുള്ളത് അപ്പാനി ആകെ പെട്ടു. അപ്പാനിക്ക് ഇരുട്ടില്ലാന്ന് പറഞ്ഞത്. എന്തോ ഒരു മങ്ങിച്ച പോലെ എനിക്ക് തോന്നി. ഉറക്കേണ്ടല്ല, മൊത്തത്തിൽ എനിക്കൊരു വൈബ്, ആദ്യത്തെ ഒരു വൈബ് കിട്ടി. ഇവൻ പറഞ്ഞില്ലേ ഇന്നലെ ഞാൻ ചിന്തിച്ച കാര്യം, എന്നെ ഇത്ര നേരത്തെ കിടന്നു കൂർക്കം വലിച്ചുറങ്ങുന്നു, ഇവൻ എന്നാ പറ്റി?
അക്ബറിനോട് സംസാരിച്ചില്ല, എന്നെ കിടത്തി കളയാണ്, എന്നെ തീർത്ത് കളയാണെന്നൊക്കെയാണ് അപ്പാനി പറയുന്നത്. അപ്പാനി എനിക്ക് തോന്നുന്നത് ഭയങ്കര വിശ്വാസിയാണ് തോന്നുന്നത്. ഒന്നാമത് ബിഗ് ബോസ് ഹൗസിനകത്ത് ഈ ദൈവകാര്യങ്ങൾ പറയുക, അങ്ങനത്തെ ദൈവങ്ങളുടെ സിമ്പിൾസ്, അങ്ങനത്തെ സാധനങ്ങളൊന്നും അവർ സമ്മതിക്കില്ല. അതിൽ തന്നെ ഒരാളുടെ ഒരു വിശ്വാസിയാണെങ്കിൽ അയാളുടെ കോൺഫിഡൻസ് പോകും. കാരണം ആരോടും ഒന്നും പറയാൻ പറ്റില്ലെങ്കിൽ ദൈവത്തിനെങ്കിലും വിളിക്കുമല്ലോ. മനസ്സിലായി? ഇത് ഒന്നും സംഭവിക്കില്ല. ഈവൻ നമ്മളൊരു വെള്ള പേപ്പറിൽ ഒരു ദൈവത്തിൻ്റെ ഫോട്ടോ വരച്ചാലടക്കം അവർ എടുത്തിട്ട് കൊണ്ടുപോകും. അവർ സമ്മതിക്കില്ല, ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഒരു സാധനങ്ങളും സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരു ഹൗസാണ് ബിഗ് ബോസ് ഹൗസ്. പിന്നെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അതിനകത്ത് അവിടെ ഇവിടെ ഓരോ സ്റ്റിക്കറും സാധനങ്ങളും ഒട്ടിച്ച് വെക്കും. ചില സമയത്ത് മറ്റേ തകിട് പോലത്തെ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് അതിനകത്ത്. അങ്ങനെ കുറേ സാധനങ്ങൾ വേറെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഒരാളെ മെൻ്റലി എത്രത്തോളം എന്താ പറയുക സ്ട്രെസ്സാക്കാൻ പറ്റുമോ അങ്ങനെ സ്ട്രെസ്സാക്കി കളയും. ഇതിനകത്ത് ഫുഡും ഇല്ല, ഡ്രസ്സും ഇല്ല, മേക്കപ്പും ഇല്ല. ലാസ്റ്റ് ഇത് വീണ് തളർന്ന് കിടക്കുമ്പോൾ കൂടോത്രാണോ എന്നും മനസ്സിലാവുന്നില്ല, ഒന്നും മനസ്സിലാവണില്ല. എല്ലാം കൂടി അപ്പാനി പറഞ്ഞ് അനുമോളെ തലയിൽ കൊണ്ട് ഇട്ട് കൊടുക്കും. ശൈത്യ അതിന് മറ്റേ ഓയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ ഒടുക്കത്തെ വിശ്വാസിയാണ്. ഇനി ഇതിൻ്റെ ബാക്കിൽ ഇനി അപ്പാനി പറഞ്ഞു നടക്കുന്നതിന് ഇനി പുറത്തുനിന്ന് എന്തെങ്കിലും കഥ ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പാടില്ല. ചിലപ്പോൾ അങ്ങനത്തെ വേർഷൻസ് ചിലപ്പോൾ വരാട്ടാ. അതും ഇനിയിപ്പോൾ അറിയില്ല. ഈ കണ്ടന്റ് കത്തി തുടങ്ങി കഴിഞ്ഞാൽ ഈ സാധനം ഇനിയിപ്പോൾ എന്താ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതിനിടയിൽ ഒനീൽ ഇന്ന് റന ഫാത്തിമേനായിട്ട് അടി ഉണ്ടാക്കിയ സമയത്ത് ഒരു കാര്യം പറഞ്ഞു. ഓക്കെ, റനേനൊക്കെ വാരി വായത്തോന്നി ഇതൊക്കെ വിളിച്ച് പറഞ്ഞ് നടക്കുകയായിരുന്നു അബി ഒനീൽ കൂടി. അപ്പോൾ ഒനീലിനായിട്ട് എല്ലാവരും കൂടി കച്ചറയായി അവസാനം ലാസ്റ്റ് ഈ വൃത്തിയായിട്ട് വർത്തമാനങ്ങളും മൊത്തം പറയുന്നത് എന്തിനെന്നുള്ളൊരു സ്കീമിക്ക് എത്തിയപ്പോൾ ഒനീൽ ഒരു കാര്യം പറഞ്ഞു. സമ്മർ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഇവിടെ പലരും സോറി പറഞ്ഞിട്ടില്ല. സോറി പറയാത്ത പലരുണ്ട്. എന്നെ തെറി വിളിച്ചവരാരും സോറി പറഞ്ഞിട്ടില്ല. ഇന്നലെ ടാസ്കിൻ്റെ ഇടയിൽ പെണ്ണുങ്ങളെ കയറി പിടിച്ചവർ പോലും സോറി പറഞ്ഞിട്ടില്ല. അമ്മയ്ക്ക് തെറി വിളിച്ചവർ വരെ ഇവിടെയുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. ഇപ്പോൾ നമ്മുടെ ഒണീലും റെനയും തമ്മിലുള്ള ഫൈറ്റ് ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഒണീലിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, റെനയുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്. ചുമ്മാ ചൊറിഞ്ഞ് ഇനി അവസാനം പോയിരുന്ന് കരയാനാണ്. ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോവും. അവസാനം ഒണീലിൻ്റെ വായിന്ന് വല്ലതും വീഴും, അപ്പോൾ പോയിരുന്ന് കരയും. അതിനാണ് ഈ പരിപാടിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒണീൽ വിളിച്ചു പറയുന്നുണ്ട് ഇന്നലത്തെ ടാസ്കിൻ്റെ ഇടയിൽ പെണ്ണുങ്ങളെ കയറി പിടിച്ചവർ വരെ ഇവിടെ ഉണ്ട് എന്ന്. അത് അങ്ങനെ പച്ചയ്ക്ക് തന്നെ ഒണീൽ പറയുന്നുണ്ട്. ആരാണ് എന്താണെന്നുള്ളത് ഇപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാ. ടാസ്കുകൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കേണ്ടിയൊക്കെ വരും. ഒരാളെ എടുത്ത് എറിയണം എന്നുണ്ടെങ്കിൽ അവരുടെ ദേഹത്ത് തൊടാതെ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ടാസ്കുകളിൽ അതൊക്കെ സംഭവിക്കും. അത് വേറെ രീതിയിൽ അതിനെ വളച്ചൊടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒണീൽ പറഞ്ഞതിനകത്തിന് സത്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ആരെങ്കിലും മനഃപൂർവ്വം പെണ്ണുങ്ങൾ അതിനകത്ത് കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആരാണെന്നുള്ളതൊക്കെ പുറത്ത് വരട്ടെ. അതല്ല ടാസ്കിൻ്റെ ഭാഗമായിട്ട് നടന്ന കാര്യങ്ങൾ ഒണീൽ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമാണ്. ഏതെങ്കിലും സ്ത്രീകൾക്ക് മോശമായൊരു പെരുമാറ്റം തോന്നിയിട്ടുണ്ടെങ്കിൽ അവരത് പറഞ്ഞേനെ. സ്ത്രീകളാരും ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഒണീലിപ്പോൾ ആ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടാണ് തോന്നിയത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം. ഈ ഷാനവാസ് ഒനീലൊക്കെ ഫ്രണ്ട്സ് ആവാൻ കാരണം ഇതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവർ ഈ പിഴപ്പുകേട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിനകത്ത്. ഭയങ്കരമായിട്ട് ഇവരിത് പറയുന്നുണ്ട്. ഷാനവാസാണ് തുടങ്ങി വെച്ചത്. ഇപ്പോൾ ഒനീലാണ് ഇപ്പോൾ അത് ഏറ്റുപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒനീൽ ഞാൻ സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് കയറിയപ്പോൾ വിചാരിച്ചത് അത്യാവശ്യം നല്ല പ്രോഗ്രസീവ് ചിന്താഗതിയുള്ള വളരെ പ്രോഗ്രഷൻ പറയുന്ന ഒരാളായിരിക്കുന്ന. പക്ഷെ അകത്ത് പോയി ഈ റെനയോടൊക്കെയുള്ള ഫൈറ്റിനകത്ത് ഈ മുതിർന്നത്, ചെറിയ കുട്ടി, അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ വായ തുറന്നാൽ വക്കാറ് എന്തൊക്കെയോ അലമ്പ് തെറികളും വർത്താനങ്ങളും, പിന്നെ അതാ ഇപ്പം ഈ സാധനം. ഇത് അതിനകത്തുനിന്ന് ഇനിയിപ്പോൾ സർവൈവ് ചെയ്യാൻ ഇതേ പറ്റൂ. ഷാനവാസിന് അത്യാവശ്യം എല്ലാവരും ഒന്ന് കിട്ടുന്നുണ്ട്, എന്നാൽ പിന്നെ ഞാനിത് പിടിക്കാമെന്ന് വിചാരിച്ച് പിടിച്ചതാണോ എന്നറിയില്ല. അതോ ബേസിക്കലി ഈ ചങ്ങായി കാണിക്കാൻ മാത്രമേ പ്രോഗ്രഷൻ ഉള്ളൂ, അതോ റിയൽ ലൈഫിൽ ഇതേപോലെ ഇങ്ങനത്തെ ഐറ്റങ്ങൾ അടിക്കുന്ന ഒരാളാണോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നാലും ഈ പറഞ്ഞത് മഹാവൃത്തിയുടെ ഇരട്ടത്തരമാണ് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ബിഗ് ബോസ് വീട്ടിനകത്ത് ടാസ്ക് കൊടുക്കുമ്പോൾ ആണുങ്ങൾക്ക് ഒരു ടാസ്ക് പെണ്ണുങ്ങൾക്ക് ഒരു ടാസ്ക് എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ഇതുവരെയായിട്ട് കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അതെന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് കാര്യം പറഞ്ഞിട്ടൊക്കെ ചെയ്യും. എൻ്റെ അറിവിൽ അങ്ങനെ സെപ്പറേറ്റഡ് ജെൻഡർ സെപ്പറേറ്റഡ് ആയിട്ടൊരു ടാസ്ക് ഒന്നും കൊടുത്തില്ല. ടീമൊക്കെ തിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ പെൺകുട്ടികൾ മൊത്തത്തിലൊരു ടീമിൽ വന്നിട്ട് ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അത്രയേ ഉള്ളൂ സംഗതി. അവിടെ ഷോയില് ടാസ്കുകൾ കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും. ഇന്നത്തെ ടാസ്ക് തന്നെ അതിനൊരു എക്സാമ്പിളാണ്. മഡ്പിറ്റിനകത്ത് ഈ പറഞ്ഞ ഫ്ലാഗ് കുത്തുമ്പോൾ അത് ബേസിക്കലി അനുമോൾ എങ്ങാണ്ട് ഷർട്ടിൻ്റെ ഉള്ളിൽ ക്യാമറയിൽ നോക്കിയിട്ട് പടം എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ നല്ല പോകുന്നുണ്ടായിരുന്നു. ഷർട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആണ് കൊണ്ടുപോയത്. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങൾ സ്ത്രീകൾ ഇത് എവിടെയെങ്കിലും അവരുടെ മേല് തന്നെ ഒരു ആർമറായിട്ട് ഉപയോഗിക്കുകയാണ്. അവരുടെ ബോഡി തന്നെ ഒരു ഡിഫെൻസീവ് ആർമറായിട്ട് ഉപയോഗിക്കുമ്പോൾ ആണുങ്ങൾ എന്ത് ചെയ്യും? ഇത് കിട്ടണ്ടേ? മനസ്സിലായി? സാധനം ടാസ്കിനിടയിൽ ആൺ പെണ്ണ് നോട്ടല്ലോ, ടാസ്ക് കളിക്കാന്നല്ലേ ഉള്ളൂ.
അപ്പം അതിനിടയിൽ കൂടി ഇങ്ങനത്തെ ഒരു സാധനം അടിക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ മോശമാണ്. ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ നടന്നിട്ടുണ്ട് ഇന്നലെ ശാരിക ബിന്നിനോട് പോയി ചോദിക്കുന്നുണ്ട് ഈ വിഷയം. പിടിച്ചു അവള് പറഞ്ഞിട്ടില്ല, അവൾ എന്റെ അടുത്ത് പറഞ്ഞതാ. അതും അത് ഇങ്ങനെ പിടിച്ചു ജിസേല് പറയണ്ടേ? സമ്മതിക്കത്തില്ല ചോദിച്ചാണ് ജിസേൽ എന്റെ അടുത്ത് പറഞ്ഞ കാര്യമാ. ഇത് കഴിഞ്ഞപ്പോഴേക്ക് അതുപോലെ കഴിഞ്ഞിങ്ങനെ വന്നു. അപ്പം അവള് പറഞ്ഞു എന്റെ എന്റെ ഫ്രണ്ട് പറഞ്ഞു വേറെ രീതിയിൽ പറഞ്ഞു. അപ്പോഴാണ് കൈ മാറ്റിയത്. കാരണം ഇങ്ങനെ ഇതുവരെയില്ലേ, അത് അങ്ങനെ ആയതുകൊണ്ട് ആരും എടുത്തില്ല. ഞാനാണ് എങ്ങനെ ഇരിക്കുന്നു അവിടെ ഒനീല് പറഞ്ഞു വരുത്തിയ ഒരു ഐറ്റമാണ് ഈ പോണത്. മനസ്സിലായോ? ഈ ടാസ്ക് ഇന്നലെ കണ്ടവർക്കറിയാം. ഒന്നിൻ്റെ മുകളിൽ ഉപ്പും ചാക്ക് അടിക്കുക പോലെയാണ് എല്ലാവരും കൂടി മേത്ത് കിടന്നിട്ടുണ്ടായിരുന്നത്. ഇന്നലെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അവനാനെടുത്ത് എറിഞ്ഞു. അക്ബർ എസ്പെഷ്യലി ഷാനവാസിനൊക്കെ എടുത്തിട്ട് മറ്റേ തുണി അലക്കണ അതിനെ എടുത്ത് വലിച്ചെറിഞ്ഞു. ആ സമയത്ത് ഒനീൽ ഇതൊന്നും കളിക്കുന്നില്ല. ഒനീൽ ടാസ്കിലേ ഇല്ല, ഒനീലിന് താല്പര്യമില്ല. ഒനീൽ അവിടെ മാറി നിന്നിട്ട് ആരെങ്കിലും പിടിക്കുന്നുണ്ടോ എന്ന് നോക്കി എന്നോ തോന്നുന്നു. ഇതിൽ ബിന്നി കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഗിസേലിനോട് സംസാരിച്ച സമയത്ത് ഗിസേൽ പറയുന്നുണ്ട് ഇങ്ങനെ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് കൈ വന്നപ്പോഴത്തേക്കും ഗിസേൽ പറഞ്ഞു. അപ്പോൾ അക്ബർ അവിടുന്ന് പോയി എന്നുള്ളത്. അവിടെ ഒരു ടാസ്ക്കാണ്. ഇത് മേത്തൊളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? മനസ്സിലായ? അപ്പം അത് സീനല്ലേ. പിന്നെ ടാസ്കിൻ്റെ ഇടയിൽ ഒരു അഡ്രിനാലിൻ റഷ് വരും. നമ്മൾ മൊത്തം ടാസ്കിൻ്റെ മൈൻഡിലാവും. പിന്നെ ആണാ പെണ്ണാന്നുള്ള നോട്ടമൊന്നുമില്ല. ഉള്ള സാധനം എവിടെയെങ്കിലും എടുത്തിട്ട് പോകാന്നല്ലാതെ അവിടെ കൊണ്ടുപോയിട്ട് ഇമാതിരി. ഇപ്പം ഗിസേലിൻ്റെ അടുത്താണ് അക്ബർ ഇത് ചെയ്തു എന്ന് ഒനീലും ബാക്കി ഇപ്പം ഈ ശാരികയും ടീമും പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗിസേൽ എന്ത് ചെയ്യണം? കംപ്ലൈൻറ്റ് ചെയ്യണം. ഗിസേൽ എന്താ കുട്ടിയാ? ഒരു ഗുഡ് ടച്ചും ബാഡ് ടച്ചും അല്ലെങ്കിൽ ഇൻറ്റൻഷനായിട്ട് ഒരു ടച്ചൊക്കെ മനസ്സിലാക്കാൻ മാത്രം കപ്പാസിറ്റി ഉള്ള ഒരാൾ തന്നെയാണ് ഗിസേൽ എന്നാണ് എനിക്ക് ഇത്രയും ദിവസം ഈ ഷോ കണ്ടപ്പോൾ മനസ്സിലായത്. അവർ വെറുതെ വിടൂ. പിന്നെ ഒരു കണ്ടൻറ്റാണ്. അവരാ കണ്ടൻറ്റ് ഒഴിവാക്കൂ. മനഃപൂർവ്വം ഒരാൾ പിടിച്ചു എന്നുണ്ടെങ്കിൽ ആ കണ്ടൻറ്റ് അവർ ഒഴിവാക്കുക. ചുമ്മാ വെറുതെ ഇത് ഈ അക്ബറിൻ്റെ നേരെ ഈ സീസണിൽ ഇത് കുറച്ചായി. മനസ്സിലായോ? അനുമോൾ ആദ്യം അക്ബറിൻ്റെ നോട്ടം, അത് പിന്നെ അനുമോൾ തന്നെ അത് വീക്കെൻഡ് എപ്പിസോഡിൽ കുറച്ച് പാളിന്ന് കണ്ടപ്പോൾ അത് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അത് കയ്യിൽ നിന്ന് പോയല്ലോ. സാധനം കയ്യിൽ നിന്ന് പോയതോട് കൂടിയിട്ട് അനുമോൾ അത് വേറെ രീതിക്ക് മാറ്റി. പക്ഷെ അനുമോൾ എന്താ പറഞ്ഞു വെച്ചതെന്നുള്ളത് അത്യാവശ്യം നമുക്ക് കേട്ടാലൊക്കെ മനസ്സിലാവുന്ന ഒരു ഐറ്റമാണ്. അതിനുശേഷം ഷാനവാസ് എഗെയിൻ ഗിസേലിനെ വിളിച്ചിരുത്തി ഈ അക്ബറിൻ്റെ നോട്ടം എന്ന് പറഞ്ഞുള്ള ഒരു സാധനം അടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് അക്ബറിൻ്റെ വൈഫ് പുറത്തുനിന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. അവരുടെ വൈഫ് പറഞ്ഞിട്ടുണ്ട്, ഞാനത് കണ്ടതാണ് ഒരു വട്ടം. മോശമാണ് ഷാനവാസി പറയുന്നത് എന്നുള്ളത്. അപ്പോൾ ഓൾറെഡി ഇങ്ങനെ ഇരിക്കുന്ന, അതായത് ഇങ്ങനെ ഇതൊക്കെ ഇതാണ് നോക്കിയിരിക്കണമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ആരെ തൊട്ടു, ആരെ കയറി പിടിക്കുക, അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ. ലൈക്ക് ഇതൊരു സീരിയസ് ആയിട്ട് എന്തുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് ഇപ്പം ഈ പുറത്ത് നടക്കണ പോലെ അകത്തും പുറത്തും ബിഗ് ബോസ് ആപ്പ്. ഏത് ആരോപണത്തോട് ആരോപണമാണ് സ്ത്രീ വിഷയത്തിൽ. ഇത് ആരോപണമല്ല, പുറത്തുള്ളത് കൺഫേം സാധനമായിട്ട് മാറിയല്ലോ ഇന്നത്തൊക്കെ. അത് പിന്നെ നാളെ ഒരു കണ്ടൻറ്റായിട്ട് ഇടാം. കണ്ടൻറ്റുകളോട് കണ്ടൻറ്റ് ഇടാൻ മാത്രം ഐറ്റം ഉണ്ട് മാങ്കൂട്ടത്തിൻ്റെ. അപ്പോൾ എന്താണെങ്കിലും ഇത് മോശം പരിപാടിയാണ്. ഓക്കെ, ഷാനവാസ് തുടങ്ങി വെച്ചു, ഒനിയിലിപ്പോൾ ഇത് ഏറ്റുപിടിച്ചിട്ടുണ്ട്. ഇത് വൃത്തികേടാണ്. കാരണം അവിടെ കംപ്ലൈൻറ്റ് എവിടെയും ചെന്നിട്ടില്ല. ഇവർ ഈ പറഞ്ഞ ഷാനവാസ് പിടിച്ചു എന്ന് പറയുന്ന ഗിസേലിന് അതൊരു വിഷയമേ അല്ല. അവർ കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല. പിന്നെ കണ്ടു നിന്ന് ഒനീലിനാണ് ഒത്ത പ്രശ്നം, ഒനീലിനും ബാക്കി ടീംസിനും. കഷ്ടം തന്നെ. ഇവരിത് മനസ്സിലാക്കുന്നില്ലേ പുറത്തേക്ക് ആ ഒരു ഇമേജ് ഒരാളത് എങ്ങനെ പോകുന്നുള്ളത്. അവിടെയാണെങ്കിൽ ഞാൻ പറഞ്ഞെങ്കിൽ ഷാനവാസിനോടും ഈ ഒനീലിനോടും അനുമോൾ അന്ന അക്ബറിനെ പറഞ്ഞവർക്കുള്ളത് ദേഷ്യമുള്ളത്. കാര്യമുള്ളൊരു കാര്യം അല്ലെങ്കിൽ അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണെങ്കിൽ അവരത് ആ സ്റ്റാൻഡിൽ നിൽക്കണം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചുമ്മാ ഈ അലിഗേഷൻ ഇട്ടിട്ട് പോകാനെന്നുണ്ടെങ്കിൽ ഒരാളുടെ ബിഹേവിയർ അല്ലെങ്കിൽ നാളെ പുറത്തിറങ്ങുമ്പോൾ അയാളുടെ അവസ്ഥ എന്തെന്നുള്ളൊരു സീനും കൂടി അതിനകത്ത്. അപ്പോൾ പുറത്തുനിന്ന് എന്തും വിളിച്ച് പറയാം. കഴിഞ്ഞ സീസണിലൊക്കെ അങ്ങനത്തെ പല സാധനങ്ങളും നടന്നു. പക്ഷെ ഇതെന്താണെന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നത് കൂടുതൽ ഡിസ്കസ് ചെയ്യണം. ശരിക്കും ചെയ്തേ പറ്റൂ ഈ സാധനം. ലാലേട്ടൻ സാറ്റർഡേ സൺഡേ എപ്പിസോഡിലൊക്കെ ഡിസ്കസ് ചെയ്താൽ നന്നായിരിക്കും. കൂടോത്രം ഫണ്ണായിരിക്കും. ഇങ്ങനത്തെ സാധനങ്ങൾ വിത്തൗട്ട് എനി എന്താ പറയുക പ്രൂഫ് ഇങ്ങനെ ഇവർ ഒരാൾക്കെതിരെ പറയുന്നത് ഒരാളുടെ സ്വഭാവം മോശമാണ്. 100 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ
പിന്നെ ലൈഫ് ലോങ് ജീവിക്കേണ്ടത് ഇവരാ. ഇവർ ഈ പുറത്തിറങ്ങിയിട്ട് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കും ചുറ്റുപാടും, മനസ്സിലായോ? അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതൊരു ബേസിക് സാധനമാണ്. ലാലേട്ടൻ സാറ്റർഡേ സൺഡേ ചെയ്യുമില്ല നമുക്കറിയില്ല. എന്താണ് ഇതും കൂടി കണ്ടപ്പോൾ ഒന്ന് പറയണം തോന്നി. കൂടോത്ര എവിടെ എത്തും എന്നുള്ളത് അറിയണം. അപ്പാനി ഇനി അവിടുന്ന് ആകെ വട്ടളക്കി നടക്കുമോ?